മോഡുലേഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അതിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഒന്നുകൂടി പറയാം. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കുറഞ്ഞ സിഗ്നലുകളെ കൂടുതൽ ദൂരത്തേക്ക് അയക്കുന്നതിനു വേണ്ടി ഫ്രീക്വൻസി കൂടിയ കാരിയർ സിഗ്നലുകളെ കൂടെ ചേർത്ത് അയക്കുന്ന പ്രോസസ്സാണ് മോഡുലേഷൻ. ഡെഫിനിഷനും നമ്മൾ കണ്ടതാണ്. മോഡുലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സൂപ്പർ ഇമ്പോസിങ് എ ലോ ഫ്രീക്വൻസി സിഗ്നൽ ഓൺ എ ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ. ഈ കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത് ഫ്രീക്വൻസി കൂടിയ ഒരു സിഗ്നലാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് മെസ്സേജ് സിഗ്നലിനെ, അതായത് ലോ ഫ്രീക്വൻസി സിഗ്നലിനെ കൂടുതൽ ദൂരത്തേക്ക് അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാരിയർ സിഗ്നൽ. അപ്പോൾ കാരിയർ സിഗ്നലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സൂപ്പർ ഇമ്പോസ് ചെയ്താണ് നമ്മൾ മോഡുലേഷൻ നടത്തുന്നതെന്ന് കണ്ടു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ മോഡുലേഷൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നുള്ളതാണ്. അനലോഗ് മോഡുലേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് കണ്ടിന്യൂസ് സിഗ്നൽ, അനലോഗ് സിഗ്നലുകളുടെ മോഡുലേഷൻ. ടൈപ്സ് ഓഫ് മോഡുലേഷൻ എന്ന പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 ടൈപ്പ് മോഡുലേഷനാണ്. ഫസ്റ്റ് വൺ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, സെക്കൻഡ് വൺ ഫ്രീക്വൻസി മോഡുലേഷൻ, തേർഡ് ഫേസ് മോഡുലേഷൻ. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. മോഡുലേഷൻ എന്ന പ്രോസസ്സ് നമ്മൾ കണ്ടു. മെസ്സേജ് സിഗ്നലിനെ കാരിയർ സിഗ്നലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു എന്നാ പറഞ്ഞു. എന്താണ് ഈ സൂപ്പർ ഇമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കാരിയർ സിഗ്നലിൻ്റെ ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ മാറ്റം വരുത്തും. ഏതെങ്കിലും ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡിലോ ഫ്രീക്വൻസിയിലോ ഫേസിലോ മാറ്റം വരുത്തിയാണ് നമ്മൾ മോഡുലേഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ബേസ് ചെയ്യുന്നത് എന്തിനനുസരിച്ചാണ്? മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ട് കാരിയറിൻ്റെ ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നു. ഏതെങ്കിലും ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, ഫേസ്, ഇതിലേതിലാണോ മാറ്റം വരുത്തുന്നത് അതാണ് നമ്മൾ അതിൻ്റെ ആ പേര് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്. കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിലാണ് മാറ്റം വരുത്തുന്നതെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, കാരിയറിൻ്റെ ഫ്രീക്വൻസിയിലാണ് മാറ്റം വരുത്തുന്നതെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ, കാരിയറിൻ്റെ ഫേസിലാണ് മാറ്റം വരുത്തുന്നതെങ്കിൽ ഫേസ് മോഡുലേഷൻ. അപ്പോൾ കാരിയറിൻ്റെ ഏത് സ്വഭാവത്തിലാണ്, ഏത് പ്രോപ്പർട്ടിയിലാണ് മാറ്റം വരുത്തുന്നത് എന്നതിനനുസരിച്ചാണ് നമ്മളിതിനെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കണ്ടു എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. നമുക്കത് നോക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ ദ പ്രോസസ് ഇൻ വിച്ച് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ സിഗ്നൽ ഈസ് വേരിയഡ് അക്കോർഡിംഗ് ടു ദ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റഡ് സിഗ്നൽ. ഇവിടെ വേരി ചെയ്യുന്നത് എന്താണ്? കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് വേരി ചെയ്യുന്നത്. എന്തിനനുസരിച്ച്? മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച്. അപ്പോൾ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ മാറ്റം വരുത്തുന്ന തരം മോഡുലേഷനാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ മനസ്സിലായി. അതിൻ്റെ നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അത് എങ്ങനെ കണക്കൂട്ടുക എന്ന് പറഞ്ഞാൽ, കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് വേവ് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് ഈസ് കോൾഡ് മോഡുലേഷൻ ഇൻഡെക്സ്. മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും അതേപോലെ മോഡുലേറ്റിംഗ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും തമ്മിലുള്ള റേഷ്യോ ആണ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കുക, മോഡുലേറ്റിംഗ് വേവ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി സിഗ്നൽ എന്നതാണ് അർത്ഥം. മോഡുലേറ്റിംഗ് വേവ്, മോഡുലേഷൻ ചെയ്യേണ്ട വേവ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നമുക്ക് വേവ് ഫോം കാണിച്ചിട്ടുണ്ട്. വേവ് ഫോമിൽ നമുക്ക് മുകളിൽ കാണുന്നത് മെസ്സേജ് സിഗ്നലാണ്, ലോ ഫ്രീക്വൻസി സിഗ്നലാണ്. ആ ലോ ഫ്രീക്വൻസി സിഗ്നലാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ. അതിനെയാണ് നമുക്ക് അയക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളൊരു കാരിയർ സിഗ്നലിനെ ഉണ്ടാക്കിയെടുത്തു. ആ കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ്. അപ്പോൾ ഈ കാരിയർ സിഗ്നലിനെ നമ്മൾ കാരിയർ സിഗ്നൽ ഉപയോഗിച്ച് മെസ്സേജ് സിഗ്നലിനെ മോഡുലേഷൻ ചെയ്യാൻ പോകുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വേവ് ഫോമാണ് മോഡുലേറ്റഡ് വേവ് എന്ന് വെച്ചാൽ ഈ ഫിഗറിൽ കാണുന്ന 3ാമത്തെ വേവ്. അപ്പോൾ എന്താ സംഭവിച്ചത്? മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ മാറ്റം വരുത്തിയിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മെസ്സേജ് സിഗ്നൽ 1ാമത്തത്, 2ാമത്തത് കാരിയർ സിഗ്നൽ, 3ാമത്തത് മോഡുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വേവ് ഫോം. അത് ഇങ്ങനെ അടുത്തൊരു ഫിഗറിൽ വേറെ രീതി കാണിച്ചു എന്നാണ് അർത്ഥം. മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് നമുക്ക് അയക്കേണ്ട സിഗ്നൽ, കാരിയർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആ മെസ്സേജ് സിഗ്നലിനെ കൂടുതൽ ദൂരത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്ത ഫ്രീക്വൻസി കൂടിയ സിഗ്നൽ. ഇതിനെ രണ്ടിനെയും കൂടി നമ്മൾ
ക്യാരിയറിൻ്റെ ആംബിറ്റ്യൂഡിൽ മാറ്റം വരുത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന AM വേവ് അല്ലെങ്കിൽ ആംബിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വേവാണ് AM വേവ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഫ്രീക്വൻസി മോഡുലേഷൻ. നമ്മളിപ്പോൾ ആംബിറ്റ്യൂഡ് മോഡുലേഷൻ പഠിച്ചപ്പോൾ കണ്ടു ക്യാരിയറിൻ്റെ ആംബിറ്റ്യൂഡിലാണ് നമ്മൾ മാറ്റം വരുത്തിയത്. അതേപോലെ ക്യാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്തുന്നതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. ദ പ്രോസസ് ഇൻ വിച്ച് ദ ഫ്രീക്വൻസി ഓഫ് ദ ക്യാരിയർ വേവ് ഈസ് വേരിയഡ് അക്കോർഡിംഗ് ടു ദ ആംബിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡിനനുസരിച്ച് ക്യാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്തുന്ന തരം മോഡുലേഷനാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ ഇത്തരം മോഡുലേഷൻ, ഇൻ ദീസ് മോഡുലേഷൻ ദ ഫ്രീക്വൻസി ഓഫ് ദ ക്യാരിയർ ഇൻക്രീസസ് ആസ് ദ ഓഡിയോ സിഗ്നൽ ആംബിറ്റ്യൂഡ് ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ആസ് ദ സിഗ്നൽ ആംബിറ്റ്യൂഡ് റെഡ്യൂസസ്. നമ്മളിവിടെ കണ്ടാൽ അറിയാം, മെസ്സേജ് സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, മെസ്സേജ് സിഗ്നലിൻ്റെ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇനി മെസ്സേജ് സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡ് കുറയുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? കുറയുന്നു. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ വഴി നമുക്ക് നോക്കാം. ക്യാരിയറിൻ്റെ ഒരു ഫ്രീക്വൻസി, ഒരു എക്സാമ്പിളാണ്, ക്യാരിയറിൻ്റെ ഫ്രീക്വൻസി ഒരു 100 ഹെർട്സ് ആണ് എങ്കിൽ മെസ്സേജ് സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പോർഷനിൽ അവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു 110 120 ഹെർട്സ് ഒക്കെ ആയിട്ട് മാറും. അതേപോലെ ആംബിറ്റ്യൂഡ് കുറയുന്ന സമയത്ത് ഈ ക്യാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി 90 അല്ലെങ്കിൽ 80 ആയിട്ട് കുറയും. അതൊരു എക്സാമ്പിളാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, മെസ്സേജ് സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ക്യാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്തുന്ന തരം മോഡുലേഷനാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൻ്റെ മറ്റൊരു ഫിഗറാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത് മോഡുലേറ്റിംഗ് വേവ്, അതായത് മെസ്സേജ് സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡ് കൂടുകയാണെങ്കിൽ ഫ്രീക്വൻസി കൂടുന്നു, ആംബിറ്റ്യൂഡ് കുറയുമ്പോൾ ഫ്രീക്വൻസി കുറയുന്നു. അങ്ങനെ ഉണ്ടാകുന്ന തരം മോഡുലേഷനാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. നെക്സ്റ്റ് തേർഡ് മോഡുലേഷനാണ് ഫേസ് മോഡുലേഷൻ. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ക്യാരിയർ സിഗ്നലിൻ്റെ ഫേസിലാണ് മാറ്റം വരുന്നത്. എന്തിനനുസരിച്ച്? മെസ്സേജ് സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡിനനുസരിച്ച്. The process in which the phase of the carrier wave is varied according to the amplitude of the modulating signal. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡിനനുസരിച്ച് ക്യാരിയർ സിഗ്നലിൻ്റെ ഫേസിൽ മാറ്റം വരുത്തുന്ന തരം മോഡുലേഷനാണ് ഫേസ് മോഡുലേഷൻ. ഈ ഫേസ് മോഡുലേഷനിലും അതേപോലെ നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷനിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് മോഡുലേഷനിലും ആംബിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ ആംബിറ്റ്യൂഡ് മോഡുലേഷനിൽ എന്ത് വ്യത്യാസം ഉണ്ടാവും? ആംബിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുക. ഈ ഫേസ് മോഡുലേഷൻ്റെ ഒരു വേവ് ഫോമാണ് ഇതിനകത്ത് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് മെസ്സേജ് സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡിനനുസരിച്ച് ക്യാരിയറിൻ്റെ ഫേസിലാണ് മാറ്റം വരുന്നത്. അതാണ് ഈ ഫിഗറിൽ നമുക്ക് കാണിച്ചിട്ടുള്ളത്. ഫേസ് മെസ്സേജ് സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡ് കൂടുമ്പോൾ ഫേസ് ലീഡ് ചെയ്യുകയും ഓപ്പോസിറ്റ് ആകുമ്പോൾ ഫേസ് ലാഗ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫിഗറാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ ഫേസിലാണ് മാറ്റം വരുന്നിരിക്കുന്നത്. ഏതാണ്ട് സെയിം ആണ്. ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും ഏതാണ്ട് കുറേ കാര്യങ്ങളിൽ വളരെ സാമ്യതയുണ്ട്. അപ്പോൾ ആംബിറ്റ്യൂഡ് മോഡുലേഷനിൽ നമ്മൾ പറഞ്ഞു ആംബിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫ്രീക്വൻസി മോഡുലേഷനിലും ഫേസ് മോഡുലേഷനിലും ഈ മോഡുലേഷൻ ചെയ്ത വേവിൻ്റെ ആംബിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫേസ് മോഡുലേഷൻ്റെ മറ്റൊരു വേവ് ഫോമാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആംബിറ്റ്യൂഡ് മോഡുലേഷനും ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്നത്.